ഓണത്തിനെ പറ്റിയിട്ട് ഒരു ഉസ്താദ് പ്രസംഗിച്ചതിനെ പറ്റിയിട്ട് ഭയങ്കരമായി ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് കോളേജിൽ കാര്യങ്ങളെല്ലാം നടന്നു, നല്ല ഗംഭീരമായിട്ട് നടന്നു. ആ നടന്നതില് മൊത്തവും മുസ്ലിം ഉമ്മച്ചി കുട്ടികൾ തട്ടിട്ടിന് ഡാൻസ് ആക്കി, ഫുള്ള് പൊടിയാക്കി, ഫുള്ള് ആറാടി. ഓക്കെ, എന്നിട്ട് ഉസ്താദിന്റെ ഫോട്ടോ വെച്ച്, മറ്റേ പ്രസംഗിച്ച ഉസ്താദില്ലേ, ആ ഉസ്താദിന്റെ പ്രസംഗം വെച്ചിട്ട് ഉസ്താദിനെതിരായി ഞങ്ങൾ ഇതാക്കി. ഉസ്താദ് അതായത് മതസൗഹാർദ്ദം കളയുന്നു. ഒരിക്കലും മതസൗഹാർദ്ദം കളയാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞത് മുസ്ലിമുകളോടാണ്. ഓക്കെ, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോടാണ് പറഞ്ഞത്, അല്ലാതെ നമ്മളെപ്പോലത്തെ ജാഹിലിങ്ങളോടല്ല. പക്ഷെ ഇങ്ങനെ കരുതണം, എല്ലാവരും മനസ്സിലാക്കണം, അത് ഉസ്താദ് തോറ്റത് മുസ്ലിം സമുദായമാണ് തോറ്റത്, മൊത്തം സമുദായം. ഉസ്താദ് പറഞ്ഞത് മുസ്ലിം സമുദായം ഏറ്റെടുക്കുക, എല്ലാവരും തള്ളിക്കളയാം, അതിനെ കേൾക്കാം, ഒഴിവാക്കാം, എങ്ങനെ ആക്കാം. ഓക്കെ, സ്വീകരിക്കുക, നമ്മളെ ഇഷ്ടം. ഓക്കെ, പക്ഷെ അതുകൊണ്ട് ഉസ്താദിന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ ദീന്റെ ഫോട്ടോ, മുസ്ലിമിന്റെ കഥയോ അത് വെച്ചിട്ടോ ആയത്ത് വെച്ചിട്ടോ ഒരു വാദിക്കേണ്ട കാര്യമില്ല. കുറെ മുസ്ലിം നാമധാരികളായ പെണ്ണുങ്ങളെല്ലാം വന്നിട്ട് ഭയങ്കര ബേജാറുള്ളത് കൊണ്ട് പറയുന്നത്, ഇങ്ങനെ പറയണമെന്ന് അറിഞ്ഞില്ല. അൻസാരി സൂര്യ ഉസ്താദിനെ പറ്റിയിട്ട് ഉസ്താദിന്റെ ഉപ്പ കുളിക്കാം, ഉമ്മ കുളിക്കാം, പന്നിന്റെ ഫോട്ടോ ആക്കിയിട്ടിടാം, ഉസ്താദിന്റെ ഫോട്ടോ ആക്കിയിട്ടിടാം. എന്ത് ആശയം കൊണ്ട് നേരിടണം. എന്ന് തെറ്റുണ്ടെങ്കിൽ അങ്ങനെ നേരിടണം. അങ്ങനെയും കുറെ സോഷ്യൽ മീഡിയയിൽ കുറെ വീഡിയോസ് എല്ലാം വരുന്നു. പാടില്ല, പണ്ഡിതന്മാരങ്ങളെ കുറ്റം പറയാനോ ഒരു ദീനെ ഇതാക്കാനും പാടില്ല. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, എന്താ അറിയോ, ഒരു 100 പേരുണ്ടെന്ന് വിചാരിക്കാം, മുസ്ലിംമാർ 100 പേരുണ്ടായിരിക്കാം. ആ 100 പേരിൽ 25 പേരില്ലേ ജാഹിലിങ്ങളായിരിക്കാം, പിന്നെ 25 പേരില്ലേ അങ്ങോട്ട് പോയിക്കൊണ്ടുണ്ടാവും, ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ 25 പേരുണ്ടാവും, അവരില്ലേ ഇങ്ങനെ താന്തോന്നിത്തരം കാണിക്കും. എങ്ങനെ ഞങ്ങൾ മതസൗഹാർദ്ദം, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് എല്ലാവരും പോലെയാണ്, എനിക്ക് മതം പ്രശ്നമല്ല, ഉസ്താദ് പ്രശ്നമല്ല, ഞങ്ങളാണ് ദീന് എന്ന് പറയുന്ന 20. പിന്നെ ഒരു 25% പക്ക 100% മുസ്ലിം എന്ന് പറയാം മുഹ്മിനാത്തുകൾ. അവിടെ തകർക്കാനില്ലേ ആര് വിചാരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ മുസ്ലിം നാമധാരികളോ സംഘികളോ ഇനി എത്ര വില ആൾക്കാർ വന്നെങ്കിൽ ആ 25% ഒരിക്കലും തകരില്ല. ആ 25% ഒരാളാണ് നമ്മളെല്ലാവരും. പക്ഷെ ഒരു ഇങ്ങനെ കളിച്ചത് മതസൗഹാർദ്ദം ഇങ്ങനെ കാണിച്ചത്, അതിങ്ങനെ കാണിച്ചത് ഭയങ്കര സംഭവമാണ്, തട്ടിട്ട് ഡാൻസ് കളിച്ചത്, അതൊന്നും മതസൗഹാർദ്ദമല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരാൾ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നത്, എനിക്ക് പറയാൻ അറിയില്ല. ആ ക്ലിപ്പ് ഞാൻ വെക്കാം, നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഒരു സാധാരണ ഒരാൾ പറയുന്നത് എന്താണ് മതസൗഹാർദ്ദം, എന്താണ് സെലിബ്രേഷൻ, എന്താണ് ഓണം, എന്താണിത് പറയുന്ന അയാൾ പറയുന്ന വീഡിയോ ഞാൻ ഇത് തരാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ വെക്കുന്നത്, ഞാൻ കണ്ടോളൂ. പക്ഷെ എന്താണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ, ഓക്കെ, അതല്ലാതെ ഇത് ഒരാൾ തോറ്റതല്ല, ഉസ്താദ് തോറ്റതോ അല്ല താത്ത തോറ്റതോ അല്ല, മതം തോറ്റതൊന്നും അല്ല. മൊത്തം മുഅ്മിനാത്തുകൾക്കില്ലേ നാണക്കേടാക്കി. ആരെന്നറിയോ, മുസ്ലിം സമുദായത്തിന്റെ വേഷം ധരിച്ചുകൊണ്ട് ഡാൻസ് കളിച്ച മുസ്ലിം പെൺകുട്ടികൾ, ആൺകുട്ടികൾ രണ്ടും. ഓക്കെ, ഇസ്ലാം എന്ത് പഠിപ്പിക്കുന്നു അതുപോലെ ജീവിക്കുക, അല്ലെങ്കിൽ വേഷം മാറാം, താടിയും വെച്ച് തൊപ്പിയും വെച്ച് നല്ല മീശലും ഇതാക്കിയ ഇസ്ലാമിന്റെ നിർദ്ദേശത്തിൽ ഡാൻസ് കളിക്കാൻ പാടില്ല. നിങ്ങളുടെ ഡ്രസ് ഇട്ട് എങ്ങനെ വേണം കളിച്ചോ, തട്ട മാറ്റിക്കോ. നിങ്ങൾ ഡാൻസോ എന്ത് ഇസ്ലാമിന്റെ ഇതില്ലേ ചിഹ്നം, അതിനെ മാറ്റാം. നമ്മൾ തോന്നിയ പോലെ നടത്തുന്നോ, ആര് കേൾക്കാൻ പറ്റില്ല. ഇത് ഞാൻ തൊപ്പി താടിയിലും വെച്ച് കള്ളിന്റെ കുപ്പിയും വെച്ചിട്ട് നിന്നെങ്കിൽ വയല് പറഞ്ഞെങ്കിൽ എന്താക്കും, അത് ശരിയല്ലല്ലേ. അതേപോലെയാണ് ഇത് ഡാൻസ് കളിച്ചത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രസംഗം ഞാൻ വെക്കുന്ന പ്രസംഗമല്ല, ഒരാൾ പറഞ്ഞ കാര്യം ഭയങ്കര എനിക്കൊരു എല്ലാവർക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇതിൽ വെക്കാം, നിങ്ങൾ എല്ലാവരും കാണാം. എന്റെ ചങ്ങായിമാരെ, ആഘോഷത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അല്ലേ തിമിർത്താടിയ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താ നിങ്ങളെല്ലാം എൻ്റെ പേരും ഉണ്ടാവും. എന്തുകൊണ്ടാണെന്നറിയോ, ഇന്ന് സഞ്ചരിക്കുന്നത് അങ്ങനെയാണ്, ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ചപ്പുചവറുകൾ. അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുണ്ട്, അവർ റീച്ചിന് വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനത്തെ റീച്ച് വേണ്ട. നമ്മൾ കോപ്രായങ്ങൾ കണ്ടാൽ പറയും സഹോദരങ്ങളെ, ആരായാലും. ഇവിടെ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മളൊക്കെ അന്നും ഇന്നും നിലനിർത്തി വരുന്നവരാണ്. നമ്മൾ പണ്ട് മദർസ വിട്ടു വരുമ്പോൾ ശാന്തമ്മ ചൂട്ട എടുത്തിട്ട് നിൽക്കും. എന്തിനെന്നറിയാം, ചൂട്ട കത്തിച്ചിട്ട് വയൽ കിടന്ന് നമുക്കിപ്പുറം വരാം. ശാന്തമ്മ ഒരു മരിച്ചുപോയി, ആത്മാവിന് നിത്യശാന്തി നേടിയാണ്. അതുപോലെ തന്നെ ടോർച്ച് കാലഘട്ടം വന്നപ്പോൾ നമ്മളെ തെക്കൻ്റെ അടുത്ത ലക്ഷ്മിയേച്ചിയും അതുപോലെ തന്നെ താഴെ നാരായണിയേച്ചിയൊക്കെ ഇവിടെ കരണ്ടില്ല, അവിടുത്തെ ചാർജിലിട്ടിട്ട് അത് നമുക്ക് മദർസ വിട്ടു വരുമ്പോൾ തരും. അതുപോലെ തന്നെ ഈ പറയുന്ന ശാന്തി അമ്മയും നാരായണി അമ്മയും ഈ പറയുന്ന ചന്ദ്രനി അമ്മയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ട് സാജിറേ എന്ന് വിളിക്കും. അന്നേരം നമ്മൾ ഓടിയെത്തും. ഇതെല്ലാം തന്നെയാണോ മതസൗഹാർദ്ദം? നിങ്ങൾ ഈ പറയുന്ന ആഘോഷങ്ങളുടെ പേരിൽ ആഭാസങ്ങൾ കാണിക്കുന്നതല്ല. ആ ആഘോഷങ്ങളിൽ പങ്കുചേരാം. എങ്ങനെയാണെന്നറിയോ, നമ്മളും അന്നും ഇന്നും ചേരുന്നവരാ. ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് മതസൗഹാർദ്ദം നിലനിർത്താറുണ്ട്. പലഹാരങ്ങൾ അങ്ങ് കൊടുത്തു, പായസങ്ങളും സദ്യകളും ഇങ്ങ് തന്നു, ഇന്നും നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രവണത ഇന്ന് കൂടുതലായിട്ട് വന്നത്
ഈ ആഘോഷത്തിൽ പങ്കുചേർന്ന് തുള്ളാട്ടം നടത്തുന്നില്ലേ? സഹോദരിമാരെ, സമുദായത്തിലെ സഹോദരിമാരെ, ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളാ കഴുകൻ കണ്ണുകൾ, ക്യാമറ കണ്ണുകൾ. അത് പിന്നീട് സോഷ്യൽ മീഡിയകളിൽ വരുമ്പോൾ പഠിച്ചോനെ നമ്മളെ മാപ്പണം, പഠിച്ചോനെ നമ്മളെ ഉമ്മാമ കാണും എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ഞാനുള്ളത് പറയും, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. മനസ്സിലായില്ലേ? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നില്ലേ? കിട്ടി കിട്ടി നീനക്കിന്ന് കാനകക്കട്ടി, എട്ടും പൊട്ടും തീരിയാത്ത പുന്നാരക്കുട്ടി, മുട്ടും തട്ടും പാലമേളം ഒരുക്കിക്കൂട്ടി, കൊട്ടും കെട്ടി കല്യാണമെന്നണഞ്ഞു കുട്ടി. എന്തു വേണം നിനക്കിന്നു തളിരേ, ചിന്ത മാറ്റി ഉണരടി മലരേ, ഈശലങ്ക പാട്ടുപാട് കരളേ, ഇച്ചക പുവിതൊളത്ത കുളിരേ. ഇത് പറയുമ്പോൾ ഇങ്ങ പറയും കരഞ്ഞോ കാക്കാക്ക് മറ്റേതായി മറിച്ചേതായി. അനക്ക് ഓരോ ഒലക്ക പത്താവില്ല മക്കളെ. മനസ്സിലാമ?